ഹലോ, ഇന്ന് നമ്മുടെ ബി.എഡ് ലൈഫിലെ ലാസ്റ്റ് ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു മിനി വ്ളോഗാണ് കേട്ടോ. കുറച്ച് നാളായി ഇത് ഡ്രാഫ്റ്റിലിട്ട് വെച്ചിട്ട് എക്സാം ഒക്കെ ആയതുകൊണ്ട് ഇടാൻ പറ്റിയില്ല കേട്ടോ. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. മഴയൊന്ന് കുറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് ഞാൻ. എന്നിട്ട് എന്താ കാര്യം, വടക്കാഞ്ചേരി എത്തിയപ്പോഴേക്കും നല്ല മഴ കിട്ടി. കുന്നംകുളത്തേക്ക് വേറെ ബസ് മാറി കയറേണ്ടതിന് അത്യാവശ്യം മഴയൊക്കെ കൊണ്ട് നനഞ്ഞ കോഴിനെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ. ഭാഗ്യത്തിന് ബസ്സിലൊരു സീറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ നനഞ്ഞൊട്ടിട്ട് അങ്ങനെ നിൽക്കേണ്ടി വന്നേനെ കുന്നംകുളം വരെ. അങ്ങനെ നമ്മൾ കുന്നംകുളം സ്റ്റാൻഡിലെത്തിട്ടോ. ഈ കാണുന്നതാണ് പുതിയ ബസ് സ്റ്റാൻഡ് കേട്ടോ. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി അടുത്ത ബസ് നോക്കിയിട്ട് നടക്കാണ് ഞാൻ. പട്ടാമ്പി ഭാഗത്തേക്കുള്ള ബസ്സിലാണ് കയറേണ്ടത് കേട്ടോ. ഇപ്പോഴും മഴ ചെറുതായിട്ട് പെയ്യുണ്ട്. എന്തിനാ ഈ ബസ് സ്റ്റാൻഡിലുള്ള ചിലവരൊക്കെ എന്നെ എങ്ങനെ നോക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ കൂടെ കുടയും പിടിച്ച് നടക്കായിരുന്നു എന്ന്. ആകെ ചമ്മീന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, ആക്കിക്കാവ് പോണ ഒരു ബസ് കണ്ടു, അതിൽ കയറിയിരുന്നു. ഫൈനലി 3 ബസ് കയറിയിട്ട് ഞാൻ കോളേജിൽ എത്തിട്ടോ. എനിക്ക് കുറച്ചുകൂടി റെക്കോർഡ് കംപ്ലീറ്റ് ആക്കാണ്ടായിരുന്നു. ChatGPT ഉള്ളതുകൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ട് പോവാണ് കേട്ടോ. ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് വൃന്ദയുടെ എന്നൊരു പാട്ടുണ്ടായിരുന്നു. ഇന്നാണ് റെക്കോർഡ് വെക്കാൻ പറഞ്ഞ ദിവസം. ക്ലാസിന്റെ ഇടയിൽ ഇവിടെ കുറച്ച് പേര് കാര്യമായിട്ട് കോപ്പി അടിച്ച് എഴുതുന്നുണ്ട് കേട്ടോ. ബി.എഡിന്റെ 4th സെമ്മിൽ എല്ലാവരും ഒരു സെമിനാർ എടുക്കണം. ഞങ്ങളെല്ലാവരും വെക്കേഷന് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുക്കാത്തതുകൊണ്ട് ഇന്നാണ് സെമിനാർ എടുത്തിട്ടോ. അതിന്റെ ഇടയ്ക്ക് ക്ലാസ്സിലെ കുറച്ച് ഫ്രണ്ട്സിന്റെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു എന്ന് മാത്രം. ക്ലാസിന്റെ ഇടയ്ക്ക് തന്നെ ഇന്റർവെല്ലിന് ചായയും സ്നാക്സും കഴിക്കാൻ പോകേണ്ട കാര്യമൊക്കെ ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 11:30 ഇന്റർവെല്ലായപ്പോൾ ഞങ്ങൾ ചായയും സ്നാക്സ് ഒക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. 4th സെം ആയതുകൊണ്ട് തന്നെ കുറെ പേര് ലീവായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വേറെയും കുറെ എണ്ണം ഉണ്ടാവേണ്ടതായിരുന്നു കേട്ടോ. കോളേജിൽ ക്യാൻറ്റീൻ എന്നൊന്നും പറയാനില്ല കേട്ടോ. എന്നാലും ഞങ്ങളുടെ സഹിക്കാൻ പറ്റാത്ത വിശപ്പ് കാരണം പറഞ്ഞ് ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇന്റർവെല്ലിന് എല്ലാവരും കൂടെ അടുത്തുള്ള കടയിലേക്ക് ഇറങ്ങി ഓടാറാണ് കേട്ടോ പതിവ്. അങ്ങനെ നമ്മുടെ ജനറൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ NSന്റെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇതാണ് ചെയർമാന്റെ റൂം. ഇപ്പോൾ പുതിയ ചെയർമാനാണ് കേട്ടോ ഇവിടെ ഉള്ളത്. വെക്കേഷൻ കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ ഒരാഴ്ച ലീവായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചെയർമാനെ അങ്ങനെ കാണാനൊന്നും പറ്റിയിട്ടില്ല. ഇതിലൂടെയാണ് NS മലയാളം കൊമേഴ്സ് ഓപ്ഷനിലേക്ക് പോവുക കേട്ടോ. കറണ്ട് എങ്ങാനും പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നല്ല ഇരുട്ടായിരിക്കും. പിന്നെ മൊബൈൽ ഫ്ലാഷ് ഒക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ ഇത് കൂടെ പോവാറ്. സബ്മിറ്റ് ചെയ്യാനുള്ള റെക്കോർഡെല്ലാം ഇന്ന് ഉച്ചയ്ക്ക് കളക്ട് ചെയ്ത് കൊടുക്കാൻ മിസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 റെക്കോർഡുകളും സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4th സെമ്മിൽ ലീഡർ തെരഞ്ഞെടുക്കുമ്പോൾ എന്റെ പേരെന്നെ പോയിട്ട് തെരഞ്ഞെടുത്ത സ്വാധീനം ഞാൻ സ്മരിക്കുന്നു കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് സേമിയ ബാർ ഒക്കെ വാങ്ങി കഴിച്ചു. ഇനി എപ്പോഴും ഇങ്ങനെ വരാനും വാങ്ങി കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചിട്ട് 2 മണിയോട് കൂടി കോളേജിലേക്ക് എത്തിട്ടോ. പിന്നെ സബ്മിറ്റ് ചെയ്യാനുള്ള റെക്കോർഡൊക്കെ പോയിട്ട് സബ്മിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടി എടുത്തു കേട്ടോ. അങ്ങനെ 3:55 കോളേജൊക്കെ വിട്ടു. അങ്ങനെ ഞങ്ങൾ പോയി. കോളേജിന്റെ പുറത്തിറങ്ങിയത് നമ്മളെ വിടാൻ കാത്തിരിക്കണ പോലെ ഇരുന്നു മഴ. ഞങ്ങൾ മനഃപൂർവ്വം നനയ്ക്കാനായിട്ട് തന്നെ വന്നതായിരുന്നു ആ മഴ. പിന്നെ ബസ്സൊക്കെ കയറിയിട്ട് മഴയൊക്കെ ആസ്വദിച്ച് ഒരു 6-6:30 കൂടി വീട്ടിലെത്തിട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു.